മൈലൂർ മഗ്നയെ മയക്കുവെടി വെക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സംസ്ഥാനങ്ങളുമായി സംയുക്ത കർമ്മ പദ്ധതി തയ്യാറാക്കണം. അഡീഷണൽ ചീഫ് സെക്രട്ടറി തല സമിതി വേണം. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇടക്കാല ഉത്തരവിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ശ്യാം ദേവരാജ് തുടർന്നു നമ്മോടൊപ്പം. ശ്യാം, ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണ്? മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള തർക്കം നിരന്തരമാണ്. 2021 ഒരു പൊതുതാൽപര്യ ഹർജി ഇതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ ഹർജിയിലാണ് ഹൈക്കോടതി ബേലൂർ മഗ്നയുമായി ബന്ധപ്പെട്ട വയനാട്ടിലെ വന്യജീവി മനുഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാട് പറയുന്നത്. ഇതിൽ ബേലൂർ മഗ്ന കർണാടകയുടെ അതിർത്തിയിൽ കഴിഞ്ഞിരുന്ന ബേലൂർ മഗ്ന വയനാട്ടിലേക്ക് എത്തുകയും ഒരു മനുഷ്യനെ അജീഷിനെ ചവിട്ടി കൊല്ലുകയും ചെയ്തു, ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇക്കാര്യത്തിൽ കഴിഞ്ഞ 10 ദിവസത്തിലധികമായി ബേലൂർ മഗ്നയെ വെടിവെക്കാനുള്ള ഒരു ദൗത്യവുമായി സംസ്ഥാന വനംവകുപ്പും കർണാടക വനംവകുപ്പും എല്ലാം രംഗത്തുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കുന്നത്. അത് ഇടക്കാല ഉത്തരവിലൂടെയാണ് ആ നിലപാട് പറയുന്നത്. ബേലൂർ മഗ്നയെ വെടിവെക്കണം എന്ന കാര്യമാണ്, മയക്കുവെടി വെക്കണം എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനങ്ങളുമായി സംയുക്ത കർമ്മ പദ്ധതി തയ്യാറാക്കണം. കാരണം കേരളത്തിൻ്റെ അതിർത്തികൾ പങ്കിടുന്നത് കർണാടകയും തമിഴ്നാടുമാണ്. ഇവിടെയുള്ള ഈ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാൻ അതിർത്തി സംസ്ഥാനങ്ങളുമായി ഒരു സംയുക്ത കർമ്മ പദ്ധതി രൂപീകരിക്കണം, തയ്യാറാക്കണമെന്നതാണ്. ഇത് അഡീഷണൽ ചീഫ് സെക്രട്ടറി തലത്തിലാണ് ഈ സമിതി വേണ്ടതെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ നടപടിയെടുക്കണം. മാത്രമല്ല, മിക്കവാറും ജലം തേടിയാണ് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വനമേഖലകളിൽ തന്നെ ഇത്തരം കിടങ്ങുകളടക്കം കുഴിക്കുകയും ജലം ലഭ്യമാക്കാനുള്ള കൃത്രിമ തടാകങ്ങളടക്കം രൂപീകരിക്കുകയും വേണം. അത്തരമൊരു നിർദ്ദേശവും കൂടി ഇടക്കാല ഉത്തരവിലൂടെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഹൈക്കോടതി. വയനാട്ടിലെ ഫെൻസിങ്ങുകൾ, കിടങ്ങുകൾ, അതിർത്തികൾ തുടങ്ങിയവയുടെ രൂപരേഖ നൽകണമെന്നും വനം വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന് 10 ദിവസമാണ് ഹൈക്കോടതി സമയം നൽകിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഈ ഇടക്കാല നിർദ്ദേശം. ഈ ഹർജി ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്.